മേഡം പറഞ്ഞത് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്ന റാപ്പ് രൂപത്തിൽ എൻ്റെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. അതൊരു കൂട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരും. എന്നാൽ അത് റാപ്പായിട്ട് അല്ലെങ്കിൽ ഒരു കവിതയായിട്ട് എഴുതിയത് മറ്റുള്ളവരുടെ മുന്നിൽ പാടുമ്പോൾ അതിന് ഏറെക്കാലത്തെ പ്രസക്തി ഉണ്ടാവും. എല്ലാ ആളുകളും അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് വേടൻ ഈ ഒരു കലയെ അതിനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു കലാരൂപത്തിൽ കാണിക്കാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനൊരു മാതൃക തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി. വേടൻ അതിനുവേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. വേടൻ അതിന് മുൻപേ തന്നെ വേടൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വേടനെ പോലുള്ള ആളുകളുണ്ട്. അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ മാറ്റാനായിട്ട്, തുടച്ചു നീക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കലയുടെ രൂപത്തിൽ അയാൾക്കൊരു കല ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കലയെ അയാൾ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ വരച്ച് കാണിക്കാനും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. പക്ഷേ അതിനെ അടിച്ചമർത്താനായിട്ട്, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ഒതുക്കി തീർക്കാനായിട്ട് പലവന്മാരും ശ്രമിക്കുമ്പോൾ അതിൽ എത്രത്തോളം ഈ പറയുന്ന പ്രാധാന്യമുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ ഫേമസ് ആയി പോവുകയാണ്. കാരണം